ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യാതിരിക്കുക. പക്ഷേ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. സാറൊക്കെ വളരെ കീനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ഡോക്ടേഴ്സ് ഇസ് ലെസ് കമ്പയർഡ് ടു ദ കോമൺ പോപ്പുലേഷൻ. മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വരാൻ പോരുന്ന ഒരു കാര്യമാണ് ഒരു എയിംസ്. നമ്മൾ എത്രയാണെങ്കിലും തുടങ്ങിയാൽ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരു വലിയൊരു പീരീഡ് എടുക്കും. CT സ്കാൻ ചെയ്യേണ്ട ഡോക്ടർ ഇതിലിങ്ങനെ ChatGPT പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് എന്നാൽ ഒരു സ്കാൻ എഴുതിക്കും പോയിട്ട് അല്ല, അങ്ങനെ 100% വിധി എന്ന് പറഞ്ഞാൽ കണ്ടത് കുറേ നമ്മൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ വിധി എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ബോഡിയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നമ്മുടെ മനസ്സ്. അപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മീൻസ് 4 ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം. ദാറ്റ് മീൻസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. ഡോക്ടറിൻ്റെ ഒരു വ്യൂ എന്താ എയിംസ് വന്നു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാവും? എയിംസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരു മിസ്കൺസെപ്ഷൻ എപ്പോഴും നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. മെഡിക്കൽ കോളേജ് ഇപ്പോൾ എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നീഡ് അനുസരിച്ചിട്ട് വേണം ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വരാൻ. നേരെ മറിച്ച് ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അതിനൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മതി. എന്നുവെച്ചാൽ മെഡിക്കൽ കോളേജിന് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവോൾവ്സ് ഒത്തിരി കോസ്റ്റ് ഉണ്ട്. ഹോസ്റ്റല്, മറ്റേ ബേസിക് സ്പെഷ്യൽ അനാറ്റമി ഫിസിയോളജി തൊട്ടിട്ടുള്ള. അപ്പോൾ ആ ഒരു കോസ്റ്റ് നമ്മളവിടെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്കൊരു നീഡുണ്ടായിരിക്കണം. ഇപ്പോൾ ഓൾറെഡി ഇപ്പം ഡോക്ടേഴ്സിന് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടെങ്കിൽ ദെൻ അതിന് ആഡ് ചെയ്തിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തണം എന്ന് പറഞ്ഞ പോലെയാണ് എയിംസിനും. എയിംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ആ ഒരു എക്സലൻസിൽ നമ്മുടെ സമൂഹത്തിന് ഇവിടെ കിട്ടണമെങ്കിൽ അത് ഇപ്പോൾ നമുക്ക് എക്സിസ്റ്റിംഗ് സിസ്റ്റം ലെസ് കോസ്റ്റിൽ ഡെവലപ്പ് ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അതല്ല, അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അപ്പെക്സ് സെൻറ്റർ, റെഫറൽ സെൻറ്റർ ആകുമെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. അപ്പോൾ പക്ഷേ ഒരു എയിംസ് നമ്മൾ എത്രയാണെങ്കിലും തുടങ്ങിയാൽ ആ ഒരു ലെവലിലേക്ക് എത്തണമെങ്കിൽ ഒരു വലിയൊരു പീരീഡ് എടുക്കും. പെട്ടെന്ന് ഓവർനൈറ്റ് യു കനോട്ട് മേക്ക്. ഇപ്പോൾ നമ്മളൊരു കോൺക്രീറ്റ് സിമെൻറ്റുകൊണ്ട് എയിംസിൻ്റെ അതേ മോഡൽ ഇവിടെ ഉണ്ടാക്കിയെടുത്താലും ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ല എയിംസ് ആക്കുന്നത്. അവിടുത്തെ വർക്ക് കൾച്ചറും ഓവർ ദ ഇയേഴ്സ് മച്ചുറായിട്ട് അവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പം നമുക്കറിയാം പല ഈ വളരെ ഫേമസ് മേയോ ക്ലിനിക്ക് പോലെയുള്ള പലതും ഗൾഫിലുമൊക്കെ അവരുടെ തുടങ്ങിയിട്ടും അവരുടെ റിസൾട്ട്സ് ഒന്നും അവരുടെ ഒറിജിനൽ ഇതിൻ്റെ മാച്ചിങ്ങേ അല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതാണ് മീൻസ് ഫൈനലി ഷുഡ് മെച്ചർ ഇൻ ടു ദാറ്റ് ലെവൽ. ഇപ്പോൾ മലയാളികൾ കൂടുതൽ നേരിട്ട് തന്നെ സ്പെഷ്യലിസ്റ്റിനെ കാണുന്ന ഒരു പ്രവണതയാണ്. ഒരു കമ്മ്യൂണിറ്റി ഡോക്ടർ അല്ലെങ്കിൽ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ MBBS ഉടനെ നേരെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഫിസിഷ്യനെ സ്വയം ചികിത്സിക്കുന്നത്, അത് നല്ലൊരു പ്രവണതയാണോ? അത് കൂടുതൽ ഈ ഹെൽത്ത് സെക്ടറിൽ കൂടുതൽ അത് പ്രഷർ ഉണ്ടാക്കുന്നുണ്ട് വല്ലാണ്ട്. ഇപ്പോൾ ചെസ്റ്റ് പെയിൻ വന്ന ഉടനെ കാർഡിയോളജിസ്റ്റിനെ കാണുമെന്ന് പറഞ്ഞ് പോകുന്നത് ശരിയല്ല. ശരിക്കും നമ്മളുടെ ഇതാണ് GP ജനറൽ പ്രാക്ടീഷണറെ കണ്ടു അല്ലെങ്കിൽ പ്രൈമറി സെൻ്ററിൽ കണ്ട് റെഫർ ചെയ്ത് വന്നു കഴിയുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ എല്ലാ ഹെൽത്ത് സിസ്റ്റേഴ്സിനും അതിൻ്റെ പ്രശ്നമുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം UK എൻ്റെ ബാച്ചിലുള്ള 10-25 പേര് UK വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ NHSൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GP കണ്ട് ഒരു കാർഡിയക് പ്രോബ്ലമാണ്, ഒരു ക്യാൻസർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് അപ്പോയിൻറ്റ് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞ് കിട്ടുള്ളൂ. ഈവൻ എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ മോളവിടെ കാർഡിയക് യൂണിവേഴ്സിലെ ഇതുണ്ട് MBBS സ്റ്റുഡൻറ്റ് വീണ് കാല് സ്പ്രെയിനായിട്ട് 24 hours കാഷ്വാലിറ്റി വെയിറ്റ് ചെയ്തിട്ട് ഷീ ഡിഡ്ന്റ് ഗെറ്റ് ആൻ അപ്പോയിൻമെൻറ്റ്. സോ എല്ലാ സിസ്റ്റത്തിനും ഉണ്ട്. പക്ഷേ നമ്മുടെ സിസ്റ്റത്തിന് ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ഒരു MRI സ്കാൻ എടുക്കണമെങ്കിൽ പുറത്ത് പല കൺട്രീസിലും 6 മാസം 1 വർഷം വെയിറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം അന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ വി ഹാവ് ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ് ഫോർ ദി സിസ്റ്റം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞത് അത് മിസ്യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആയി പോവാണ്. അല്ല, ഇതിൻ്റെ രാജേഷ് ചോദിച്ചതിൻ്റെ വേറൊരു സൈഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു
ചെസ്റ്റ് പെയിൻ വരുമ്പോൾ മേ ബി അത് ഗ്യാസ് കാരണം വരുന്ന ഒരുപാട് ചെസ്റ്റ് പെയിൻസ് ഉണ്ട്. പക്ഷെ റിയൽ കാർഡിയാക് ഇഷ്യൂ കാരണം വരുന്ന ചെസ്റ്റ് പെയിന് ഗ്യാസ് ആണെന്ന് വിചാരിച്ച് ഒരുപാട് മരണങ്ങൾ നമ്മുടെ ചുറ്റിലും നടക്കുന്നുണ്ട്. ഈ ബേസിക് ചോദ്യമാണ് ഡോക്ടർ, ഈ ഗ്യാസ് കാരണം വരുന്ന ചെസ്റ്റ് പെയിനും അല്ലാതെ കാർഡിയാക് ഇഷ്യൂ കാരണം വരുന്ന ചെസ്റ്റ് പെയിൻ എന്താണ് ഒരു വ്യത്യാസം? ഒരു സാധാരണ ആളുകൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അല്ല, ഒരു ടിപ്പിക്കലായിട്ടുള്ള ഹാർട്ട് പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ചെസ്റ്റിലോ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ വരാം, ഷോൾഡറിലേക്കും പുറത്തേക്കൊക്കെ വ്യാപിക്കും, വിയർപ്പുണ്ടാകും, ഛർദി ഉണ്ടാകാം, ഇതൊക്കെയാണ്. പക്ഷെ പലപ്പോഴും ഈ ടിപ്പിക്കൽ സിംറ്റംസ് വരണമെന്നില്ല ഒരാൾക്ക്. അപ്പോൾ ഇപ്പോൾ ഗ്യാസിന് ഇതുപോലെ തന്നെ വരാം. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞാൽ അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യാതിരിക്കുക. ഒരു ECG എങ്കിലും എടുത്ത് നോക്കുക, ഒരു ഡോക്ടറെ കാണുക. പിന്നെ ഇപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചോളമുള്ള പ്രശ്നമാണെങ്കിലും ഇപ്പോൾ ചെസ്റ്റ് പെയിൻ വന്ന് കണ്ടു കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ടുള്ളൊരു സിംറ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മസിൽ പെയിൻ കൊണ്ടുണ്ടാകാം, ഗ്യാസ് കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ ഒരു മേ ബി ഒരു വൈറൽ ഫീവറിൻ്റെ തുടക്കത്തിലുണ്ടാകും. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. ഒരു മോർ ഡേഞ്ചറസ് കണ്ടീഷൻ, ഡയോഡിക് ഡിസെക്ഷൻ, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഒറ്റ പരിശോധന ചിലപ്പം കാണത്തില്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് 2 hour കഴിഞ്ഞ് ECG എടുക്കാൻ പറയും, അല്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ECG ഒബ്സർവേഷൻ കഴിഞ്ഞ് ചിലപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സിംറ്റംസ് ടിപ്പിക്കൽ അല്ലാതെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്. ഗ്യാസ് കാരണം വരുന്നതിന് ഒരിക്കലും ഒരു ഷോൾഡർ പെയിൻ അതൊന്നും വരാം. ഗ്യാസ് നമ്മൾ സ്റ്റൊമക്ക് ഫുള്ളായ ഗ്യാസ് ഇത് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഷോൾഡറിൽ റെഫേർഡ് പെയിൻ വരാം, ഡയഫ്രം ഇറിറ്റേഷൻ കൊണ്ട് വരാം. അപ്പോൾ അതുകൊണ്ട് നോട്ട് എ വെരി ഈസി തിങ് ടു സേ. അതെ. അതുപോലെ തന്നെ ഡോക്ടർ, ഈ മരുന്ന് കഴിക്കുന്നത് നമ്മൾ ആന്റിബയോട്ടിക്സ് കൂടുതൽ കഴിക്കുന്നു കേരളത്തിൽ, മോർബിഡിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ മരുന്ന് OTC ഓവർ ദ കൗണ്ടർ, പലർക്കും നല്ല അറിവാണ് മരുന്നിനെ കുറിച്ചൊക്കെ പലർക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു ഇതുണ്ടോ, ഡേഞ്ചറാണോ? ഡെഫിനറ്റ്ലി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു സിമ്പിൾ കാര്യമല്ല അത്. ഇതിലിപ്പോൾ നമ്മൾ പെൻസിലിന് മുമ്പുള്ള ഇറയെക്കുറിച്ച് ആലോചിച്ച് നോക്കി. ഒരു മുറിവ് വന്നാൽ സെപ്സിസ് വന്ന് ഡെത്ത് ആവും അല്ലേ? നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇങ്ങനെ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് ഈ ഓർഗാനിസംസ് റെസിസ്റ്റൻ്റ് ആകുമ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ മരുന്ന് കാണില്ല. യു വിൽ നോട്ട് ബി ഏബിൾ ടു കൺട്രോൾ ഇറ്റ്. അത് ഒരു ആൻറ്റിബയോട്ടിക് മോളിക്യൂൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ പുതിയ ഓൾമോസ്റ്റ് 10 years മുകളിലുള്ള റിസർച്ച് വേണം. പക്ഷേ ഒരു റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഉണ്ടാകാൻ 1 വർഷം പോലും വേണ്ട. അപ്പോൾ ആ റെസിസ്റ്റൻസ് സ്ട്രെയിൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ ആൻറ്റിബയോട്ടിക് ഓവർ യൂസ് ആണ്. അത് ഓവർ ദ കൗണ്ടർ വാങ്ങിച്ച് വെറുതെ കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് കെയർ വർക്കേഴ്സ് അനാവശ്യമായിട്ട് എഴുതുക, അല്ലെങ്കിൽ നമ്മൾ ഈ ഫാർമസി ഇവരുണ്ടല്ലോ പോൾട്രി അങ്ങനെ, അല്ലെങ്കിൽ കാറ്റിൽ ഫീഡ്, ഇതിലൊക്കെ കുറേ ആഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള യൂസുകൾ ഒരു വലിയൊരു പ്രോബ്ലമാണ്. അതുകൊണ്ടാണ് ഈ WHO വൺ ഹെൽത്ത് എന്നുള്ള ഒരു സിസ്റ്റം തന്നെ വന്നതുകൊണ്ടാണ്. അത് യു ഷുഡ് നോട്ട് ഗോ ടു ആൻ ഇറ ജസ്റ്റ് ലൈക്ക് പെൻസിലിൻ ഇല്ലാത്ത ഇറ പോലെ പോകരുത്. ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ മിക്കവാറും. ഇപ്പോൾ നമ്മൾ തന്നെ പോയി ചോദിച്ചാൽ കിട്ടുക അത് നല്ല ടാക്കിൾ ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് ചോദിച്ചാൽ കൊടുക്കരുത്, അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി. അത് നമുക്ക് പെട്ടെന്ന് പറയാനാവുമല്ലോ, ഓവർ ടൈമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആവശ്യമാണ്. അത് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അത് പോകണം. അതിൽ ഡോക്ടർ നേരത്തെ ഈ ഫിനാൻസിൻ്റെ ഇഷ്യൂ പറഞ്ഞു. ബഡ്ജറ്റിൻ്റെ ഒരു ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് ഒരു ഐഡിയൽ ആയിട്ടുള്ള എത്ര പെർസെൻറ്റേജ് നമ്മുടെ 3%? എനിക്ക് വലിയ ഐഡിയ ഇല്ല. ജനറലി അത് ഓരോ കൺട്രി വൈസും വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതുകൊണ്ട് നമ്മളുടെ ഇവിടെ എനിക്ക് 1% താഴെയും കണ്ടുള്ളൂ. ഇറ്റ്സ് നോട്ട് വെരി ഡോക്ടർക്ക് ഈ കോട്ടയത്ത് ഹെൽത്ത് കെയർ ഈ ഹാർട്ടിൻ്റെ ഒരു സെൻ്ററാക്കി മാറ്റാനായിട്ട് ഈ പൊളിറ്റിക്കൽ ക്ലാസിൻ്റെ ഭാഗത്തു നിന്ന് അണ്ടർസ്റ്റാൻഡിങ്ങും സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു, റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു? എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്കെപ്പോഴും ബേസിക്കലി എനിക്ക് തോന്നിയിരിക്കുന്നത് ഗവൺമെൻറ് സെക്ടറിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്ക് വേറെ ഇൻട്രസ്റ്റുകളില്ല എന്ന് പൊളിറ്റിക്കൽ ആൾക്കാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ദേ റിയലി സപ്പോർട്ടേഴ്സ്. അതിപ്പോൾ പാർട്ടി വേരിയേഷൻ ഒന്നുമില്ല, എല്ലാ പാർട്ടിക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വി ആർ പെർഫോമിങ് തോന്നി കഴിഞ്ഞാൽ നല്ല സപ്പോർട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോഫാർ എനിക്ക് അതിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടില്ല. നല്ല സപ്പോർട്ട്. ഡോക്ടറുടെ ഒരു 30+ years എക്സ്പീരിയൻസിൽ ഒരുപാട് ഹെൽത്ത് മിനിസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. ഈ ഹെൽത്തിനെ പറ്റി നല്ല അവയർനെസ്സും താല്പര്യമുള്ളവരും ഉണ്ടാവാമല്ലോ അതില്. പിന്നെ തീർച്ചയായിട്ടും ഓർമ്മിക്കുന്ന പേരുകളുണ്ട്, പറയാൻ പറ്റുമെങ്കിൽ മാത്രം മതി. അങ്ങനെ ഇംപ്രസീവ് ആയിട്ട് തോന്നിയിട്ടല്ല.
ഇപ്പോൾ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്തത്, അതിന് മുമ്പ് നമുക്ക് ഹെൽത്ത് മിനിസ്റ്റർമാരുമായിട്ട് ഒരു ഡയറക്റ്റ് കോൺടാക്റ്റുകളോ ഡയറക്റ്റ് ചെയ്തപ്പോൾ ഷൈല ടീച്ചറുടെയും പിന്നെ മിനിസ്റ്റർമാരുടെ ഈ 2 മിനിസ്റ്റർമാരുടെ കൂടിയാണ്. അവർ രണ്ടുപേരും അതിൽ പൂർണ്ണമായിട്ടൊരു താല്പര്യം കാണിച്ചിട്ടുണ്ട്. അതിന് മുമ്പുള്ളവരെ നമുക്ക് അത്രയും പരിചയം ഒരിക്കലും വരുന്നില്ല, ഡയറക്റ്റ് പരിചയം വരുന്നില്ല. എന്നുവെച്ചാൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ സാറ് CM ആയിരുന്ന കാലത്താണ് കാർഡിയക് സർജറിയുടെ അവിടുത്തെ ബിൽഡിങ് തീർന്ന എക്യുപ്മെൻറ്റ്സിന് വേണ്ടി പോകും. അപ്പോൾ സാറൊക്കെ വളരെ കീനായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ബാക്കി ഹെൽത്ത് മിനിസ്റ്റർമാർ വേറെ ആരുമായിട്ട് അത്രയും അടുത്തൊരു കോൺടാക്റ്റ് ഒരിക്കലും വന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഡോക്ടർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇത്രയും നാളായി ഡോക്ടർ ഇത്രയും 8 സർജറി മറ്റോ 10 ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു. അപ്പോൾ ഈ ഡോക്ടർക്ക് ഈ അന്നുണ്ടായൊരു വിവാദം ഉണ്ടല്ലോ, അതായത് ഈ കെട്ടിടം ഇടിഞ്ഞ ഒരാൾ ഇരിക്കാൻ സാഹചര്യം ഉണ്ടായി. ആ വിവാദങ്ങളെ എങ്ങനെയാണ് ഡോക്ടറെ അഫക്റ്റ് ചെയ്തത്? കാരണം ഡോക്ടർ വളരെ ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ, വളരെ ജെനുവനായിട്ട് ഇതിലേക്ക് ഇടപെടുന്ന ഒരാൾ, എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അല്ല, അതിൽ ഇപ്പോൾ ആ ഒരു ഇഷ്യൂവിൽ നമ്മളൊരു സൂപ്രണ്ട് എന്നുള്ള നിലയിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ നിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്ന ഒരു ഇഷ്യൂ ആണിതിൽ. പിന്നെ പാരലായിട്ട് വേറെ ബിൽഡിങ്ങും ബാക്കി കാര്യങ്ങളും വരുന്നുണ്ട്. ഒരു ബേസിക്കലി ഒരാൾ മരിച്ചു എന്നുള്ളത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. പിന്നെ വിവാദങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞ പോലെ കൂടുതലും എൻ്റെ വർക്കിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകും. ബാക്കിയുള്ളവർ എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കലും എൻ്റെ കാര്യങ്ങൾ നോക്കാറില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ക്ലിയറാണ്. തെറ്റുണ്ടെങ്കിൽ ഐ ആം റെഡി ടു അക്സെപ്റ്റ്. ഇപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ട് ചെയ്യുക. 100% യു കനോട്ട് ബി റൈറ്റ്. എവിടെയെങ്കിലും തെറ്റുണ്ടോ ശിക്ഷ വാങ്ങിക്കാൻ തയ്യാറാണ്. ഇഫ് ഐ ഹാവ് ഡൺ സംതിങ് റോങ്, അത്രേ ഉള്ളൂ എൻ്റെ ആറ്റിറ്റ്യൂഡ്. പിന്നെ ലൈഫിൽ നമ്മൾ അത് വേറൊരു ആസ്പെക്റ്റ് ഉണ്ട്, സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് ഉണ്ട്. ദാറ്റ് ഹെൽപ്സ് ടു കീപ്പ് യു കൂൾ ആൻഡ് കാം. ഇതെല്ലാം ചെയ്താൽ ഇതെല്ലാം പോയാൽ ഇത്രേ ഉള്ളൂ ലൈഫ് എന്ന് പറയുന്നത്. സോ വൈ ഷുഡ് യു ബദർ അബൌട്ട് ഇറ്റ്? ഡോക്ടേഴ്സിനിടയിലെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടല്ലോ. പലരും ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, അവർക്ക് സോഷ്യലി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് അതിന് കുറവാണ്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഇപ്പോഴും ഉണ്ട്. അത് യങ് ഡോക്ടേഴ്സ് അത് കൂടുതലും ഫേസ് ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ? കുറച്ചുണ്ട്. ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കുറച്ചുകൂടെ ഒരു കോംപ്ലക്സ് പ്രോബ്ലംസ് ഉണ്ട്. മേ ബി ഒന്ന് ഈ ലോങ് വർക്കിംഗ് അവേഴ്സ്, നൈറ്റ് ഡ്യൂട്ടീസ്, സ്ട്രെസ്, പിന്നെ പലതും നമ്മളുടെ കയ്യിലല്ല പല കാര്യങ്ങളും. ഈ പറഞ്ഞതുപോലെ ഒരു ചെസ്റ്റ് പെയിൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാർഡിയക്കാണോ നോൺ കാർഡിയക്കാണോ, ഈ പേഷ്യൻ്റ് പോയിട്ട് തിരിച്ച് അറസ്റ്റായിട്ട് വരുമോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാൽ പോലും ഓൾവേസ് ഹെൽത്ത് കെയർ ഫീൽഡിൽ യു വിൽ ഗെറ്റ് ബാഡ് റിസൾട്ട്സ്, ഇത്രയുള്ള റിസൾട്ട്. സോ ദ സ്ട്രെസ് എലമെൻറ്റ് ഭയങ്കര കൂടുതലുണ്ട് അതിൽ. ഇപ്പോൾ ആ ഒരു സ്ട്രെസ് എലമെൻറ്റും പ്ലസ് ഇപ്പോൾ ഒരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പം ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മളെവിടെ ചെന്ന് കഴിഞ്ഞാലും ആദ്യം നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ് ആണെങ്കിൽ 10 പേര് കൂടിയാലും ഓൾവേസ് നമ്മുടെ അടുത്ത് എനിക്ക് ഇന്നൊരു രസമുണ്ട്, ഇത് തന്നെയുണ്ട്, മറ്റൊരാൾ ഇന്നുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ഹൗ ദി ഒരു ഡോക്ടർ ഒരാളുടെ കമ്മ്യൂണിറ്റി. അപ്പം മേ ബി ഇതെല്ലാം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇത് വന്നിരിക്കുന്നത്. എന്നാലും ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ഡോക്ടേഴ്സ് ഇസ് ലെസ് കമ്പയർഡ് ടു ദ കോമൺ പോപ്പുലേഷൻ. കേരളത്തിൽ പോലും അതെ, സ്റ്റഡി ഉണ്ട്, ലൈഫ് സ്പാൻ കുറവാണ് കമ്പയർഡ് ടു ജനറൽ പോപ്പുലേഷൻ. IMA'd സ്റ്റഡി ഉണ്ട്. അതെ. ഈ യോഗയെ പറ്റി യോഗ ഭയങ്കര കോൺട്രവേഴ്സിലാണ്. യോഗ കൊണ്ട് ഒരു ഗുണമില്ല എന്നും യോഗ കാരണം മരണങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ പറയുന്ന കുറെ പേരുണ്ട്. ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസിൽ യോഗ എന്താണ്? ഇറ്റ് ഹെൽപ്സ് മീ എ ലോട്ട്. അത്രേ ഉള്ളൂ. ഐ ആം കംഫർട്ടബിൾ. ഇപ്പോൾ കുറച്ച് നാൾ എനിക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം അത് തരാണ്. റെഗുലർലി ഡൂയിങ് ഐ ഫീൽ കംഫർട്ടബിൾ ആൻഡ് കുഴപ്പമൊന്നുമില്ല. അതെ, ഇപ്പോൾ 5-8 വർഷമായിട്ടുണ്ട്. കുറേ നാളായി. പക്ഷേ ഇടയ്ക്ക് കുറേ നാൾ ചിലപ്പോൾ ഈവൻ 6 months പോലും ബ്രേക്ക് വന്നു പോകും ചിലപ്പോൾ. എന്നുവെച്ചാൽ ഒരിക്കൽ ബ്രേക്ക് വന്ന് പിന്നെ തിരക്കായി അങ്ങ് പോകും. പിന്നെ നമ്മൾ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ മടി വരും. പക്ഷെ പിന്നെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അത് പൊക്കോളും. അങ്ങനെ ഈ യോഗയ്ക്ക് ഒരു സയന്റിഫിക് ബേസിസും ഇല്ല എന്ന് പറയുന്നവരോട് എന്താ പറയുക? യോഗയ്ക്ക് സയൻറ്റിഫിക് ബേസ് ഉണ്ട്. വെച്ചാൽ ഒന്ന് ഇഷ്ടംപോലെ റിസർച്ച് സ്റ്റഡീസ് ഉണ്ട്. നമ്മുടെ തന്നെ IITകളിൽ നിന്നും അല്ലെങ്കിൽ മേജർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, ഇന്ത്യയിൽ തന്നെയുണ്ട്, എബ്രോഡിൽ നിന്നുണ്ട്, പല മേജർ യൂണിവേഴ്സിറ്റികളിൽ നിന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അത് യോഗയുടെ പല കമ്പോണൻസ് ഉണ്ട്. ആസനങ്ങൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, ആ കംപ്ലീറ്റ് സ്ട്രെച്ച് വരും. അപ്പോൾ അതിൽ ഒരു ഏറ്റവും പ്രൂവ്ഡ് സയൻറ്റിഫിക്കലി ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ഏരിയാസ് ഉണ്ട്. ഒന്ന് അഡ്രിനർജിക് പാത്വേ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് റെസ്പോൺസ്. നമുക്കൊരു ഇഷ്യൂ വന്നാൽ നമ്മളുടനെ അതിനെ ചെറുക്കുന്ന ആ ഒരു റെസ്പോൺസ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും, BP കൂടും, നമ്മളങ്ങ് റെഡി ടു ഫൈറ്റ് ആണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ടു കാം ഡൗൺ, ദാറ്റ് ഈസ് ഒരു വേഗൽ ടോൺ ആണ്, നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റമാണ്.
അപ്പോൾ ഇതിൻ്റെ ഹോർമോൺസ് ലെവല് ഈ യോഗ മെഡിറ്റേഷൻ ലോങ് ടൈം എടുക്കുന്നതിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് യോഗ മെഡിറ്റേഷൻ റെഗുലറായിട്ട് എടുക്കുന്നതിൻ്റെ ഹാർട്ട് റേറ്റ് കുറവായിരിക്കും, BP കുറവായിരിക്കും, സ്ട്രെസ് റെസ്പോൺസ് BP കുറവായിരിക്കും, കൊളസ്ട്രോൾ പ്രത്യേകിച്ച് ബാഡ് കൊളസ്ട്രോൾ കുറവായിരിക്കും, ഷുഗറിൻ്റെ ലെവൽ കുറവായിരിക്കും. ഇതെല്ലാം യോഗ പ്രാക്ടീഷണേഴ്സിൽ നിന്നും കോമൺ പോപ്പുലേഷനിൽ സ്റ്റഡീസ് ഇഷ്ടം പോലെയുണ്ട്. സോ ദർ ഈസ് ആഡിക്വേറ്റ് സയൻറ്റിഫിക് എവിഡൻസ് ടു സ്റ്റേറ്റ് ദാറ്റ് ഓക്കെ ഈ ആസ്പെക്റ്റ് എല്ലാം കുറയ്ക്കുന്നു. അടുത്തത് നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞൊരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസാണ് പലപ്പോഴും ഇപ്പോൾ സ്ട്രോക്ക് ഉണ്ടാക്കുന്നതിന്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്നതിനൊക്കെ റീസൺ. ആ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഹോർമോൺസ് ഉണ്ട്, CRP പോലത്തെ, അതിൻ്റെ മാർക്കേഴ്സ് എല്ലാം യോഗ ചെയ്യുന്നതിൽ കുറവാണെന്ന് ഇഷ്ടംപോലെ സ്റ്റഡീസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ എൻ്റയർ പോപ്പുലേഷൻ ബേസിൽ ഈ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇൻവോൾവ് ആയതുകൊണ്ട് ഈ കുറേ സ്റ്റഡീസ് കൊണ്ട് മാത്രം 100% ഫുൾ പ്രൂഫാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ബട്ട് ദർ ഈസ് ആഡിക്വേറ്റ് ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട്. ഈ കാർഡിയാക് സർജറി എടുക്കുന്ന യങ് ഡോക്ടേഴ്സിന്റെ സ്പെഷ്യാലിറ്റി എടുക്കുന്ന യങ് ഡോക്ടേഴ്സിന്റെ നമ്പർ ഭയങ്കരമായിട്ട് കുറയുന്നു. എന്തായിരിക്കും കാരണം? അതിന്റെ ഒരു സ്ട്രെസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ്. അതെ, എന്നുവെച്ചാൽ നല്ല സ്ട്രെസ് ഉണ്ട്, ഭയങ്കര വർക്കുണ്ട്. അപ്പോൾ അതിൽ പിന്നെ ഒരു ലോങ് ടൈം എടുക്കും നമ്മളൊരു മെച്ചുറായിട്ട് വരാൻ. മീൻസ് ടു സ്റ്റാർട്ട് ഒരു നല്ലൊരു സാലറി കിട്ടുന്ന നല്ലൊരു ഇൻഡിപെൻഡൻറ്റ് കൺസൾട്ടൻ്റായിട്ട് വരണമെങ്കിൽ 40 years പ്ലസ് മിനിമം എടുക്കും, 45 എങ്കിലും എടുക്കും. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മൾ MBBS +2 ഒന്നിച്ച് പഠിച്ചു, +2 ഒന്നിച്ച് പഠിച്ചിട്ട് ഒരു സ്ട്രീം IIT IIM പോയി. അവർ ബൈ 22 years ലാക്സ് ആൻഡ് ലാക്സ് ആണ് അവർ ഓരോ മാസം എടുക്കുന്നത്. ഇപ്പോഴത്തെ MBBS കഴിഞ്ഞ് MS കഴിഞ്ഞ് MCH കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വീണ്ടും 10 വർഷം കൂടെ ഒരു ലേണിംഗ് കർവിൽ നിൽക്കണം, ആരുടെയെങ്കിലും കൂടെ നിൽക്കണം എന്ന് വരുമ്പോൾ പീപ്പിൾ ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. ദേ വോണ്ട് മണി ആൻഡ് ഫ്രീഡം അറ്റ് യങ്ങർ ഏജ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എൻ്റെ ട്രെയിനിങ് ഷെഡ്യൂൾ റിവൈസ് ചെയ്യണം നമ്മളിപ്പോൾ പല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ മേ ബി MBBS കഴിഞ്ഞ് ഡയറക്റ്റ് 6 year MCH വന്നു കഴിഞ്ഞാൽ ആൻഡ് ആ പീരീഡിൽ ദേ ഷുഡ് ബി ഒരു പ്രോപ്പർ ആ ടൈമിൽ അതൊന്ന് ഡയറക്റ്റ്ലി കയറുന്നു. രണ്ടാമത്തേത് ഒരു പേയ്മെൻറ്റ് സിസ്റ്റം ഓൾസോ ഷുഡ് ബി ബെറ്റർ. ദേ ഷുഡ് ബി ഏബിൾ ടു ഒരു അഡിക്വേറ്റ് ഒരു ഏണിങ് ആ ടൈമിൽ തന്നെ വരണം. പിന്നെ നമുക്കൊരു വേറൊരു പ്രശ്നം, പക്ഷെ അവർ കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ പിള്ളേരല്ലേ, അവർ കമ്പയർ ചെയ്യുന്ന ബാക്കി എന്തുമായിട്ടല്ല, അതാണ് പ്രശ്നം. ടെക്നോളജിയുടെ in terms of artificial intelligence, robotic surgery, ഇതെല്ലാം ഹെൽത്ത് കെയറിൽ how do you see evolving? Like ഇപ്പോൾ ആൾക്കാർ പറഞ്ഞപ്പോൾ ഇനിയിപ്പം MBBS പോലും വേണ്ട, മുഴുവൻ തന്നെ റോബോട്ടിക്സ് ഏറ്റെടുക്കും അങ്ങനെയൊക്കെ. ഇല്ല, ഞാൻ ഇപ്പം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ചെസ്റ്റ് പെയിൻ്റെ ഒരൊറ്റ കാര്യം മതിയല്ലോ. എന്ന് വെച്ചാൽ ഒരു ആൽഗോരിതം വെച്ചിട്ട് ഒരു ഡയഗ്നോസിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഒരു സർജറി ചെയ്യുമ്പോൾ ഒരു റോബോട്ടിന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 1000 ഹാർട്ട് സർജറി ചെയ്യുന്നതിൻ്റെ 1000 ഹാർട്ടും ഡിഫറെൻറ്റാണ്, അല്ലെങ്കിൽ 1000 തൈറോയിഡ് ചെയ്ത് 1000 തൈറോയിഡും ഡിഫറെൻറ്റാണ്. അപ്പോൾ ഒരു 100% അങ്ങനെ ഒരു റോബോട്ടിക് സർജറിയിലേക്ക് ഒരു ഡയഗ്നോസിലേക്ക് എത്താൻ ഭയങ്കര പാടാണ്. വി ഡോണ്ട് നോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്കോപ്പ് അത്രയും വരാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിൽ പോലും ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ നോട്ട് ബി പോസിബിൾ എന്ന് തോന്നുന്നു. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒത്തിരി മേഖലകളുണ്ട്. ആ മേഖലകളും നമ്മൾ പൂർണ്ണമായിട്ട് യൂസ് ചെയ്യണം. ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് പോലെ ഇപ്പോൾ സഡൻ ഡെത്ത്, ഇപ്പോൾ സഡൻ ഡെത്തിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള അരീത്മിയാസാണ്. അപ്പോൾ ഒരു ഫാമിലി ഹിസ്റ്ററി ഓഫ് ഇതുള്ള ആൾക്കാരിൽ മേ ബി അവർ ഒരു ചിപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ സോ ഇറ്റ് ക്യാൻ ബി എവിടെയെങ്കിലും വെച്ച് നമ്മളിത് അവരെ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന ദേ ആർ അറ്റ് എ ഹൈ റിസ്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതിലിപ്പോൾ ICUലാണെങ്കിൽ ഈവൻ ഒരു കാർഡിയക് അറസ്റ്റ് നമുക്ക് 4-6 hours മുമ്പ് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് വരുന്നുണ്ട് കയ്യിൽ. സോ അങ്ങനത്തെ കാര്യങ്ങൾ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിയൽ, അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകും. പിന്നെ ഇതാണ് അടുത്ത റോബോട്ടിക് സർജറി ഈസ് കമ്മിങ് അപ്പ് ഇൻ എ ബിഗ് വേ. ഇവന് നമുക്ക് ചെറിയൊരു ഇൻസെഷൻ കൂടെ പെട്ടെന്ന് ചെയ്യാം, പെട്ടെന്ന് റിക്കവർ ചെയ്യാം. അപ്പോൾ അതിൽ ബേസിക്കലി നമുക്കിപ്പോൾ ഉള്ള പക്ഷേ ഫണ്ട്സ് ആൻഡ് ഫിനാൻസസ് ഇപ്പോൾ ഒരു 20 കോടിയോ 30 കോടിയോ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കറൻറ്റ് എക്സ്പെൻഡിച്ചർ കൂടുതൽ. പക്ഷേ അത് കുറച്ചുകൂടെ കോമൺ ആകുന്നതോടുകൂടി ഇതിൻ്റെ കോസ്റ്റ് കുറയേണ്ടതാണ്. അങ്ങനെ വന്നാലത്തെ ഒരു മേജർ ഡിഫറൻസ് ഇതിൻ്റെ ആ ഒരു റിയൽ കോസ്റ്റ് ഫാക്ടർ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തു, ഒരു വലിയ ഇൻസെഷൻ ഇതിട്ട് 3 മാസം അങ്ങേര് റെസ്റ്റ് എടുത്തു, 1 മാസം അല്ലെങ്കിൽ 15 ദിവസമെങ്കിലും വൈഫോ അല്ലെങ്കിൽ ഫാമിലിയോ കൂട്ടത്തിൽ നിന്നു. അപ്പോൾ ഇതിൽ മാൻ പവർ ലോസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ
അല്ലെങ്കിൽ ഇതിലിപ്പോൾ ഒരു സ്റ്റെനോട്ടമി ഒരു ഇൻഫെക്ഷൻ വന്നു, അതിൻ്റെ ആൻറ്റിബയോട്ടിക് കോസ്റ്റ്, ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്താൽ ഓവർ ടൈം ഈ റോബോട്ടിക് സർജറിയുടെ കോസ്റ്റ് ഈസ് ഗോയിങ് ടു ബി ഓൾമോസ്റ്റ് ഈക്വൽ, അത്രയും വരുത്താൻ പറ്റുമായിരിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ അക്സെപ്റ്റബിൾ ആൻഡ് ടെക്നിക്കലി ഡെഫിനറ്റ്ലി ദറ്റ് ഈസ് ദെയർ, റോബോട്ടിക് സർജറി ഈസ് ദെയർ, ഗിവ്സ് ഗുഡ് റിസൾട്ട് ഓൾസോ. ഈ എയുടെ ഉപയോഗം കൂടുതൽ വരുന്നുണ്ട്. എയുടെ ഉപയോഗം വരുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന ഒരു കാര്യമാണ് എ. എങ്ങനെയൊക്കെയാണ്? ഇതാണ് ക്രിട്ടിക്കൽ കെയർ ആണ് ഒരു ഏരിയ. പിന്നെ ഡയഗ്നോസിസിലും പ്രത്യേകിച്ചും റേഡിയോളജിക്കൽ ഡയഗ്നോസിസ്, ഇപ്പോൾ എക്സ്റേ, CT, MRI, ഇതൊക്കെ കുറേ കൂടി ഈസി ആയിട്ട് എയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തന്നെ അത് ഡയഗ്നോസ്. അപ്പം അതിൻ്റെ മാൻ പവർ വല്ലാണ്ട് കുറയും. ഇപ്പോൾ റേഡിയോളജിസ്റ്റിൻ്റെയൊക്കെ മാൻ പവർ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ എ ഡെഫിനറ്റ്ലി വരും, പ്രിസിഷൻ വരും. അതെ ഡെഫിനറ്റ്ലി CT റീഡിങ്ങിലൊക്കെ എയ്ക്ക് കുറേ കൂടെ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഹ്യൂമൻ എറേഴ്സ് എല്ലാം കുറേ പോയി കിട്ടും അതിൽ. അതുപോലെ ഡോക്ടർ, ഈ ചെറിയ ക്ലിനിക്സ് ഇല്ലേ, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പലതും പൂട്ടുന്നു എന്ന് KPH കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ പറയുന്നുണ്ട്. പകരം അർബൻ ഫോക്കസ്ഡ് വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് വരുന്നു. അതൊരു നല്ല പ്രവണതയാണോ അത്? അതിൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്ത് പോയി നോക്കിയാൽ നമുക്ക് പണ്ടൊക്കെ ചെറിയ ഒത്തിരി കടകളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊക്കെ കൊച്ചായിരുന്നപ്പോൾ നമ്മളവിടെ പലചരക്കടയിൽ പോയി സാധനം വാങ്ങിക്കും, സഞ്ചിയിൽ മാസാവസാനം അയച്ച് പറ്റി തീർക്കും, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പം അതെല്ലാം അടച്ചു പോകുന്നില്ലേ, റിലയൻസും ഇതല്ലേ സെയിം രീതിയിൽ ഹെൽത്ത് സെക്ടറിലും വന്നുകൊണ്ടിരിപ്പുണ്ട്. ഡെഫിനറ്റ്ലി ഒത്തിരി ചെറിയ ക്ലിനിക്കുകൾ അടച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ പഴയ ഒരു കൺസെപ്റ്റ് ഓഫ് ഇപ്പോൾ ഒരു നാട്ടിലൊരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ആൻസറുണ്ട്, പുള്ളി ഒന്ന് നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിരിക്കും, പുള്ളി ഒരു മരുന്ന് തന്നു കഴിഞ്ഞാൽ മാറും അല്ലേ. ആ ഒരു നാട്ടിലെ കൺസെപ്റ്റുകൾ എൻ്റെ ലോകം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഇപ്പം ചെറിയ കടകളിൽ നിന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ ഹൈപ്പർ മാർക്കറ്റുകളിലേക്ക് പോകുന്നത് പോലെ അല്ലെങ്കിൽ മോളുകളിലേക്ക് പോകുന്നത് പോലെ കുറച്ചുകൂടെ ഒരു ക്യാപിറ്റലിസ്റ്റ് ലെവലിലേക്ക് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ആണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസുണ്ട് ഒരു പാർട്ട്, രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്. ഇത് രണ്ടും അതിൽ വരുന്നുണ്ട്. പിന്നെ അല്ല, അതിൽ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻ എന്ന് പറയുന്നത് ഓൾവേസ് ദെയർ. അതായത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആ ഇമോഷണൽ അറ്റാച്ച്മെൻ്റൊക്കെ ഈ പുതിയ ലോകത്ത് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മളുടെ ഒരു കൾച്ചറൽ ചേഞ്ചാണ്. അതൊരു മേജർ ഇഷ്യൂസാണ്, ഇല്ല നമ്മൾ പറയുന്നില്ല. ചേഞ്ചസ് ഒക്കെ വരുമ്പോഴും ഡോക്ടേഴ്സിന് വേണ്ട ചില നല്ലൊരു ഡോക്ടർ എന്നുള്ള വേണ്ട ചില ഗുണങ്ങളില്ലേ, അത് എന്താണ്? എസെൻഷ്യലി എന്തൊക്കെയാണ്? അതിൽ ഏറ്റവും എന്ന് വെച്ചാൽ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കുക എന്നുള്ളതാണ്. ബേസിക്കലി നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോരുത്തരെയും മനസ്സിലാക്കാനും അവരോട് സംസാരിക്കാനും അവരുടെ വിഷമങ്ങൾ കേൾക്കാനും അവരൊരു ബുദ്ധിമുട്ട് പറഞ്ഞ് അതിന് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാനുമുള്ള ഒരു സാധാരണ മനുഷ്യന് വേണ്ട എല്ലാ ക്വാളിറ്റിയും വേണം. മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്യണം, മറ്റൊരാൾ ക്രിട്ടിസൈസ് ചെയ്ത് അത് കേൾക്കാനും അത് എന്തുകൊണ്ടാണെന്ന് നോക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തന്നെ അതായി. പിന്നെ പ്രൊഫഷണൽ എക്സലൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സേഫ്റ്റി, പേഷ്യൻ്റ് സേഫ്റ്റിക്ക് പ്രൊഫഷണൽ എക്സലൻസ് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നുള്ള ഉറച്ച ബോധം വേണം. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ആൾ എന്നെ വിശ്വസിച്ച് വന്നിരിക്കുന്നതാണ്. സോ ഞാൻ കാർഡിയക് സർജറി അല്ലെങ്കിൽ ഞാനൊരു ഫിസിഷ്യനാണ്, എന്നെക്കൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ കഴിവില്ല, ഞാൻ പഠിച്ച കാലത്ത് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിൽ ഐ വിൽ നോട്ട് ബി ഡൂയിങ് ജസ്റ്റിസ് ടു മൈ പ്രൊഫഷൻ. അപ്പോൾ ഈ രണ്ട്, ഒരു നല്ല മനുഷ്യനായിരിക്കുക, നല്ലൊരു പ്രൊഫഷണൽ ക്വാളിറ്റി ഉണ്ടായിരിക്കുക. വേറെ കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ഓൺലൈനിൽ സിംറ്റംസ് ഇട്ടിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു പ്രവണത കൂടിയിട്ടുണ്ട്. അത് നിങ്ങളുടെ പ്രൊഫഷനെ ഈ ഹെൽത്ത് കെയറിനെ ബാധിക്കുന്നുണ്ടോ? അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിന് അവരുടെ അസുഖത്തെക്കുറിച്ചും അതിൻ്റെ പോസിബിലിറ്റീസിനെ കുറിച്ചും അറിയാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട്. ദേ ഷുഡ് നോ അബൌട്ട് ഇറ്റ്. അത് നമ്പർ 1. പക്ഷേ ഈ ഇതിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഇത് ഒരു AI ജനറേറ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങളങ്ങ് വന്നു കഴിയുമ്പം ഇവർ വിചാരിക്കും ഇതെല്ലാം കൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവരോട് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. തിരക്കിൻ്റെ ഇടയ്ക്ക് ചിലപ്പം ഇപ്പം വളരെയധികം പേഷ്യൻസ് ക്രൗഡായിട്ട് പറ്റിയില്ല എന്നിരിക്കും, അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടി വരും. അത് ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ ഉണ്ടാക്കാം, അതൊന്ന്. പക്ഷേ അതർ സൈഡ് ഓഫ് ഇറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടോ, ഇതിന് CT സ്കാൻ ചെയ്യേണ്ട ഡോക്ടർ ഇതിൽ ഇങ്ങനെ ChatGPT പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. എന്നാൽ ഒരു സ്കാൻ എഴുതിക്കും, പോയിട്ട് വാ, നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ പിന്നെ ചെയ്ത് കഴിയുമ്പോൾ എന്തുകൊണ്ട് സ്കാൻ ചെയ്തില്ല എന്ന് ചോദിക്കും. അപ്പോൾ എന്താണ്, ഒരു സൈഡിൽ ഒരു ഈസി വേ ഫോർ ദി പേഷ്യൻറ്റ് ടു നോ വാട്ട് ഈസ് വാട്ട് ആൻഡ് വാട്ട് ഈസ് ദ പ്രോഗ്നോസിസ്. അത് എളുപ്പമാണ്, നമുക്ക് തന്നെ ഒരു റെഫറൻസ് കിട്ടും.
മറ്റേ സൈഡിൽ ചിലപ്പം അൺനെസസറി പ്രോബ്ലംസിലേക്ക് അൺനെസറി ഇൻവെസ്റ്റിഗേഷനിലും പോകുന്നുണ്ടെന്നുള്ളതാണ്. കേരളത്തിന്റെ ഹെൽത്ത് കെയറിനെ പറ്റിയുള്ള ഒരു ക്ലെയിം, അത് നമ്പർ 1 എന്നുള്ളത് എപ്പോഴും കേൾക്കാറുണ്ട്. ആ ക്ലെയിമിനെ എങ്ങനെയാണ് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുക? ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അങ്ങനത്തെ ലൈഫ് എക്സ്പെക്റ്റൻസി ഇതൊക്കെയാണ്. അപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ മീൻസ് 4 ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം. ദാറ്റ് മീൻസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. അതുപോലെ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്സ് വെരി ലോ ആണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഹെൽത്ത് ഇൻഡിസസ് വെച്ചിട്ടാണ് നമ്മൾ ബെസ്റ്റ് എന്ന് പറയുന്നത്. നമ്പർ 1 തന്നെയാണ് ഡെഫിനറ്റ്ലി. പക്ഷേ അതിന്റെ പ്രശ്നം ഈ കഴിഞ്ഞ ദിവസം രാജീവ് സദാനന്ദന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു കാണുന്ന വിചാരിക്കുന്നു. അപ്പൊ അതിനകത്ത് രാജീവ് പറയുന്ന ഒരു കാര്യമുണ്ട്. 1971 തായ്ലൻഡിൽ നിന്ന് ഇവിടെ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം പഠിക്കാൻ വേണ്ടി ഇവിടെ ആള് വന്നിരുന്നു. ഇന്ന് തായ്ലൻഡിലെ സിസ്റ്റം എങ്ങനെ നിൽക്കുന്നു, കേരളത്തിലെ സിസ്റ്റം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളൊരു കമ്പാരിസൺ നമ്മൾ നോക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മൾ നമ്പർ 1 എന്ന് ബോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ആ രീതിയിലുള്ള ഇനിയും കുറെ മുന്നേറാനുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള ലെവലിലേക്ക് എത്തിയിട്ടില്ലേ? ഡെഫിനറ്റ്ലി അതെ. അതിൽ നമ്മൾ നോക്കേണ്ടത് ഓക്കെ, ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെൽത്ത് ഇൻഡിസസ് റെഡിയാണ്. പക്ഷേ മറ്റേ സൈഡിൽ എന്താ പറയുന്നത്, പേഷ്യൻറ്റിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഇവിടെ മാറ്റാന്നല്ലേ. നമുക്കിപ്പം നമ്മളെല്ലാം ഇപ്പോൾ ഹെൽത്ത് കെയർ സിസ്റ്റം നല്ലതാണെന്ന് പറയുമ്പോഴും ഒരു കോമൺ കേരളത്തിലുള്ള ഒരാൾ ഇമ്മീഡിയറ്റ്ലി ആലോചിക്കുന്നത് എന്താണ്, എൻ്റെ എക്സ്പീരിയൻസ് എന്താണ് അല്ലേ. പേഷ്യൻ്റ് കെയർ പാത്വേയിൽ പേഷ്യൻ്റ് എക്സ്പീരിയൻസിന് വരുന്ന വ്യത്യാസം ഒന്ന്. നമ്പർ 2 റിസൾട്ട്സ്. ഇപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് പറഞ്ഞാൽ മെഡിക്കൽ നെഗ്ലിജൻസുകൾ ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ടോ, ഓഡിറ്റിംഗ് ഉണ്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ചുകൂടെ ഒരു ഫൈൻ ട്യൂണിങ് ഓഫ് ദി മെഡിക്കൽ പ്രൊഫഷൻ ഇൻ ദ മോസ്റ്റ് പ്രൊഫഷണൽ വേ ഷുഡ് ഹാപ്പൻ. അത് ഡെഫിനറ്റ്ലി ഉണ്ടാകും. അതായത് ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഒ പി വന്നു കഴിഞ്ഞാൽ ഒരു 4 സ്ഥലത്ത് ഓടണം, പിന്നെ ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത ഒരു 2-3 സ്ഥലത്ത് പോകണം, പിന്നെ പൈസ അടയ്ക്കാൻ ഒരിടത്ത് പോകണം, അല്ലെങ്കിൽ പിന്നെ അടുത്തൊരു റിവ്യൂവിന് വരണമെങ്കിൽ വേറൊരു ദിവസം ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടത്തില്ല, പിന്നെയും വന്ന് ക്യൂവിൽ നിൽക്കണം. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഒരു സർജറിക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ചിലപ്പോൾ മാറ്റി വയ്ക്കുന്നു അല്ലേ, റീഷെഡ്യൂളിങ് റേറ്റ് വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് ആ പേഷ്യൻ്റ് എക്സ്പീരിയൻസ് കംഫർട്ടബിൾ ആണ്. ദേ ഷുഡ് ഫീൽ ദാറ്റ് ഓക്കെ, കമ്മിങ് ടു ദ ഹോസ്പിറ്റൽ ദേ വിൽ ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ദെയർ ടൈം ഈസ് വാല്യൂഡ്. അവരുടെ ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരാളോട് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലെല്ലാം ഒരു കുറച്ചുകൂടെ സ്ട്രീം ലൈനിങ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് പറ്റും. അത് ഇപ്പോൾ ചില ഡിപ്പാർട്ട്മെൻറ്റുകളിലോ ചില ഏരിയാസിലോ ഭയങ്കര അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറേ വേരിയേഷൻസ് വരുന്നുണ്ട്. പക്ഷേ ഇത് എൻ്റെ സ്റ്റേറ്റിൽ അങ്ങനെ ഒരു ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേത്, ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ എക്സ്പെർട്ടൈസും ബാക്കി സംവിധാനങ്ങളും ശരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവനൊരു നല്ല ഒരു മെഡിക്കൽ ടൂറിസത്തിലേക്ക് പോലും നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ പുറത്ത് പറയുന്ന പോലെ ഇപ്പോൾ 6 മാസം ഒരു MRIക്ക് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ 2 വർഷത്തെ അപ്പോയിൻമെൻറ്റ് ഒന്നും ഇവിടെ ആവശ്യമില്ല. അപ്പോൾ ആ എക്സ്പെർട്ടൈസും ഇതും കുറച്ചും കൂടെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒന്നുകൂടെ ഒരു സ്ട്രീം ലൈനിങ് ഓഫ് സിസ്റ്റവും ഫൈൻ ട്യൂണിങ് ഓഫ് സിസ്റ്റവും കൊണ്ട് ഡെഫിനറ്റ്ലി നമുക്ക് ഈ പറയുന്ന ഒരു ലെവലിലേക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും. ഗവൺമെൻറ് സെക്ടർ ആ ഒരു വ്യൂ പോയിന്റിൽ കാണണം അവർ, എന്ന് വെച്ചാൽ ആ വ്യൂ പോയിന്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി തുടങ്ങിയിട്ടില്ലേ ഈ മെഡിക്കൽ ഹബ്ബായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് 5 മെഡിക്കൽ കോളേജസിന്. അതിന്റെ ഒരു സ്റ്റേറ്റസ് എന്താണ്? മെഡിക്കൽ, അതായത് ഫോറിൻ പേഷ്യൻസിനെ നമ്മളുടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ്. മെഡിക്കൽ ഹബ്ബ് എന്നുള്ളത് ഗവൺമെൻറ് ഒരു പോളിസി ഡിസിഷനായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ അത് ഇംപ്ലിമെൻറ്റേഷൻ ലെവലിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൂടുതൽ ഇൻഡെപ്ത് അറിയില്ല. പക്ഷേ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫോറിൻ പേഷ്യൻസ് അല്ലെങ്കിൽ തന്നെ ഒത്തിരി നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ്. ഇപ്പോൾ ഞാൻ ഒരു ഒ പിയിലിരിക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നോൺ റെസിഡൻറ്റ്, പ്രത്യേകിച്ചും ഗൾഫിൽ നിന്നുള്ളതും UK എന്നുള്ളതും ഒക്കെ ആൾക്കാർ വരുന്നുണ്ട്. എന്നുവെച്ചാൽ അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രമേ ഇങ്ങോട്ട് ഓടി വരുന്നത്. ഒന്ന് പുറത്തുള്ള സ്ഥലങ്ങളിലുള്ള ഡിലേ, ഇപ്പോൾ ഡെവലപ്പ് കൺട്രീസാണ് NHS ആണ്, അവിടെ ഡിലേ ഒത്തിരി ഉള്ളതുകൊണ്ട് ഇവിടെ വന്നാൽ പെട്ടെന്ന് ചെയ്ത് കിട്ടാമെന്ന് പറഞ്ഞ് ഓടി വരുന്നവരുണ്ട്. ഒന്ന്. രണ്ടാമത്തേത് നമ്മുടെ തന്നെ ആൾക്കാർ ഗൾഫിലുള്ളവർ അത്ര ഫിനാൻഷ്യലി വെൽ ഓഫ് ഒന്നുമല്ല, അവിടുത്തെ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഇവിടെ വന്നാൽ ഷോർട്ട് പീരീഡ് ചെയ്തിട്ട് തിരിച്ചു പോകണം, ലീവ് എത്ര കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ജോലി പോകും. അപ്പോൾ ഇങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആ റുട്ടീൻ സ്ട്രീമിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ ആ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്യുക വിത്തൗട്ട് ഇൻ്റർഫിയറിങ് വിത്ത് പുവർ പേഷ്യൻസ് ഓൺ കോമൺ പേഷ്യൻസ്. അങ്ങനെ ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം ഹെൽപ്പ് ടു സപ്പോർട്ട് ദി അതർ സൈഡ്. അപ്പോൾ അങ്ങനെ ഒരു ജുഡീഷ്യസ് ആയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഒരു നല്ല സിസ്റ്റം ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റിലാണ് ഡിസ്കഷൻസ് വന്നിരിക്കുന്നത്. അത് പക്ഷേ ഗവൺമെൻറ് ഹാസ് ടു ഫൈനലൈസ് ദ പോളിസീസ്, പ്രോട്ടോകോൾസ് ആൻഡ് ഓൾ.
അത് നോട്ട് യെറ്റ് ഇൻ ദ ഫൈനൽ നമ്മുടെ ഇതിലേക്ക് വരുന്നതേ ഉള്ളൂ. അത് ഈ നമ്പർ 1 കേരളത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ശരിക്കും നമ്മുടെ ഭൗതിക വളരെ വർഷങ്ങളായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സിസ്റ്റമാണല്ലോ നമ്മുടെ ഒരു ആരോഗ്യ ഒരു അവയർനെസ്. പക്ഷേ ഈ നമുക്ക് അതനുസരിച്ചുള്ള ഒരു മുന്നേറ്റം, അതായത് ഇപ്പം ഒരു നല്ല റിസർച്ച് സെന്റർ പോലെ ഒരു സെന്ററുകൾ തുടങ്ങാനോ പേഷ്യന്റ് എക്സ്പീരിയൻസിനെക്കാളും ഉപരി ഹെൽത്ത് സെക്ടറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ഒരു നേട്ടത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു സത്യമല്ലേ അത്? അതിൽ ചിത്ര ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിത്രയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത വാൽവ്, ബ്ലഡ് ബാഗുകൾ, അതൊക്കെ ഭയങ്കര ഇൻ്റർനാഷണലി തന്നെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. പക്ഷേ അല്ലാത്ത ഒരു റിസർച്ച്, ഇപ്പോൾ നമ്മളതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റുകൾ, ഡ്രഗാകാം, അല്ലെങ്കിൽ സർജിക്കൽ ഉപകരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വെന്റിലേറ്റർ പോലെയുള്ള അങ്ങനത്തെ സിസ്റ്റംസ് ആകാം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ റിസർച്ച് സിസ്റ്റം നമുക്ക് വന്നിട്ടില്ല. ക്ലിനിക്കൽ റിസർച്ച് കുറേ പേപ്പേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ പേഷ്യൻസിനെ സ്റ്റഡി ചെയ്തു, അത് ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് വന്നാലേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ എക്കണോമിക്കലി ആണെങ്കിലും ഗവൺമെൻറ്റിനാണെങ്കിലും അല്ലെ ആ ഒരു ഇതിൽ വരും. അപ്പോൾ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിന് കുറച്ചൊരു ഇനിഷ്യേറ്റീവ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഗവൺമെൻറ്. അതായത് ഇൻക്യുബേഷൻ ഹബ്സ് എല്ലാ മെഡിക്കൽ കോളേജിലും തുടങ്ങാൻ പറയുന്നുണ്ട്. ഇൻക്യുബേഷൻ ഹബ്സിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മെഡിക്കൽ സ്റ്റുഡൻസിനാണെങ്കിലും ഞങ്ങൾക്കൊക്കെ ആണെങ്കിലും കുറേ അതിങ്ങനെ ഉണ്ടായിരുന്നു നന്നായിരുന്നു, അല്ലെ ഇത് കിട്ടിയത് നന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കഷൻ വരുമ്പം ഡോക്ടേഴ്സിന് അത്ര അറിയത്തുള്ളൂ. അപ്പോഴത്തെ സയൻറ്റിസ്റ്റ് വേണം, ഇൻഡസ്ട്രി വേണം, അല്ലേ, പ്രൊഡക്ഷനുള്ള ഇത് വേണം. അപ്പോൾ ഈ ഗ്യാപ്പ് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഇവരെ എല്ലാവരെയും കൂടെ എത്തിക്കാൻ പറ്റിയാൽ, ഒരു ഐഡിയ കൊണ്ട് ഒരു പ്ലാറ്റ്ഫോമിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻട്രസ്റ്റുള്ള ഇൻഡസ്ട്രിയോ സയൻറ്റിസ്റ്റോ എടുത്തു കഴിഞ്ഞാൽ അത് പ്രൊഡക്റ്റിലേക്ക് എത്തുന്ന ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു റിസർച്ച് ഫീൽഡിൽ നമുക്ക് വലിയൊരു വ്യത്യാസം ഉണ്ടാകും. പിന്നെ രണ്ടാമത്തേത്, റിസർച്ചിലേക്ക് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇൻസെൻറ്റീവ്സ് വരണം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റും കൂടി അതിൽ വന്നാൽ പൂർണ്ണമായിട്ടും വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും. ഡോക്ടർ, വാവ സുരേഷിന്റെ ഇന്റർവ്യൂല് ഡോക്ടറാണ് എന്നെ രക്ഷിച്ചതെന്ന് വാവ സുരേഷ് പറയുന്ന ഒരു ഇത് കണ്ട് എന്തായിരുന്നു ആ ഒരു മൊത്തം എപ്പിസോഡ്? എങ്ങനെയായിരുന്നു? ഹൗ ക്രിട്ടിക്കൽ വാസ് ഹി? അതായത് പുള്ളി ഏതോ പാടത്തിൻ്റെയോ നടക്കുന്ന വെച്ചിട്ടാണ് ഈ മേജർ ഒരു ഇത് വരുന്നത്. നല്ല ഹൈലി ഭയങ്കര എൻവയൺമെൻഷൻ ഉണ്ടായിരുന്നു, ഹൈ ലോഡാണ് പോയിരുന്നത്. പുള്ളി അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അവിടെ ചെന്നിട്ട് അപ്പോൾ ഈ ആൻറ്റിവെനം കൊടുത്തിട്ട് റെസ്പോൺസ് ഇല്ല, യാതൊരു റെസ്പോൺസും ഇല്ല. അപ്പോഴത്തേനും നമ്മുടെ വാസൻ സാർ, മിനിസ്റ്റർ സാറ് അവിടെ ചെന്നു. അപ്പോൾ സാറവിടെ ചെന്ന് നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് സാറ് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ വന്നപ്പോൾ പൾസ് BP ഉണ്ട്, പക്ഷേ ഒരു റെസ്പോൺസ് ഇല്ല, അങ്ങനെ ഒരു ഇതിലായിരുന്നു. നമ്മൾ നേരെ വെന്റിലേറ്ററിൽ ICUലാക്കി. അപ്പോൾ സാധാരണ നമ്മൾക്ക് ഈ ആൻറ്റിവെനം കൊടുക്കുന്നതിൻ്റെ ഒരു ലിമിറ്റുണ്ട്, അതിൻ്റെ അപ്പുറം കൊടുക്കത്തില്ല. അപ്പോൾ അത് ഫുൾ മാക്സിമം കൊടുത്തിട്ടും ഒരു റെസ്പോൺസും ഇല്ല. പുള്ളി ടോട്ടലി ബ്രെയിൻ ഡെഡ് പോലെ കിടക്കുകയാണ്. അപ്പോൾ അന്നേരം പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സൂപ്പർ ഡോസ്, അത് ശരിക്കും അതെ അത് ഭയങ്കര ഓവറായിട്ട് നല്ല ഡോസ് കൊടുത്തു കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളി വെക്കായിട്ട് വരുന്നത്. എന്തായാലും പിന്നെ 100% നോർമലായിട്ട് വന്നു. അപ്പോൾ അതാ ഒരു എൻവയൺമെൻറ്റിൻ്റെ ഒരു ഭയങ്കര ക്വാണ്ടിറ്റി ഭയങ്കര കൂടുതലായിരുന്നു. അപ്പം നോർമൽ മെഡിക്കൽ ലെവലിൽ അഡ്വൈസ് ചെയ്തതിൻ്റെ അപ്പുറം അത് പോകേണ്ടി വന്നു. പക്ഷെ എന്തായാലും ഹീസ് ഗുഡ്, കുഴപ്പമില്ല. ഇപ്പൊ വാവ സുരേഷിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാണ്, ഈ ഒരു പേഷ്യന്റിന്റെ വിൽ പവർ എത്രമാത്രം ഹെൽപ്പ് ചെയ്യും ഒരു അസുഖത്തെ ഓവർകം ചെയ്യുന്നത്? എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ലല്ലോ സർവൈവൽ സാധ്യതകളും എല്ലാം. അത് മനസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു പേഷ്യൻറ്റിനോടെല്ലാം പറയുന്നതാണ്, നമ്മുടെ മനസ്സാണ് ഒരു 50% നമ്മളെ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് കയറി വരുമ്പോൾ തന്നെ അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ, ഞാൻ രക്ഷപ്പെടത്തില്ല. ചിലപ്പം പലരും വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞിട്ട് വരും ഞാൻ രക്ഷപ്പെടത്തില്ല, തിരിച്ചു വരില്ല എന്ന്. അവർ മിക്കവാറും കോംപ്ലിക്കേഷനും വരും, ഒരു സിമ്പിൾ കേസാണെങ്കിലും. നേരെ മറിച്ച് ചിലരങ്ങനെയല്ല, തീരെ നമുക്ക് തന്നെ ഒരു ഹോപ്പില്ലാത്ത കേസായിരിക്കും. ഡോക്ടറെ എനിക്ക് എന്നാ തിരിച്ചു പോകാൻ പറ്റുന്നേ, എനിക്കത് ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കൊച്ചുമാരുടെ കല്യാണമുള്ളത്, അവർ സുഖമായിട്ട് പോവുകയും ചെയ്യും. അതായത് ആ ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അത് നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ ഹോർമോൺസ് ലെവൽ എന്തൊക്കെയായിരിക്കും, പക്ഷേ മേക്സ് ഹ്യൂജ് ഡിഫറൻസ്, ഒരു സംശയം വേണ്ട. സാധാരണ ഞാൻ വീട്ടിൽ പോകുന്നത് 1 മണി 2 മണി രാത്രി. രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേനും എണീറ്റ് റെഡിയായി യോഗയൊക്കെ കഴിഞ്ഞ് കഴിയാൻ പറ്റും. 7:30 to 8. ചില ദിവസം രാത്രിയിൽ നിൽക്കേണ്ടി വരും, എമർജൻസി കേസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കും. കേട്ടുണ്ട് അവിടെ ഒരു സോഫയിൽ കിടന്നു
ഇപ്പം ആഴ്ചയിൽ 5 ദിവസം അവിടെ ലക്ഷ്മി എന്ന് രാവിലെ പറയുന്നുണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യുന്ന ഞാൻ അവിടെ ഡ്യൂട്ടി അവിടെ തന്നെ ഒരു അലമാരിയും കൂടെ വെച്ചേക്കാം സാധനം. പക്ഷെ അതൊരു ഇതായിട്ട് തോന്നില്ല. മീൻസ് ഡോക്ടർ ആദ്യം പറഞ്ഞ പോലെ എത്ര അധികം ചെയ്യുന്നു അതിൽ നിന്ന് ഊർജം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ക്ഷീണം ഫീൽ ചെയ്യാറില്ല. ചിലപ്പം മടിക്കും കേട്ടോ. എന്ന് വെച്ചാൽ 3-4 ദിവസമൊക്കെ കണ്ടിന്യൂസ്. എന്ന് മാത്രമല്ല, സർജറി മാത്രമല്ല ഒന്ന്, വേറെ എല്ലാ പ്രോബ്ലംസും കൂടെ വരുമ്പോൾ പിന്നെ നമുക്ക് ഈ മെൻ്റൽ ഇതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റിസൾട്ടും നന്നായിട്ട് പോകുമ്പോൾ കുഴപ്പമില്ല. ഒരു പേഷ്യൻ്റ് സിക്കായാൽ നമ്മൾ മടുക്കും, പെട്ടെന്ന് മടുക്കും. ഒരു പേഷ്യൻ്റ് സിക്കാണെങ്കിൽ അതിങ്ങനെ മനസ്സിൽ കിടന്ന് തിരിയും, അത് അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി, അത് ചെയ്യണം. അപ്പോൾ സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് ഏതെങ്കിലും ഒരു കേസ് ഇതുപോലെ കോംപ്ലിക്കേഷനായി ഡോക്ടർക്ക് ജീവൻ രക്ഷിക്കാൻ പറ്റാതെ പോയ ഏതെങ്കിലും ഇമോഷണലായിട്ട് ഡോക്ടറെ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും? അതുണ്ട്. നമ്മൾ ചിലപ്പോൾ കരഞ്ഞു പോകും. നമ്മൾ റൂമിൽ വന്നിരുന്ന് കണ്ണടച്ച് കരയും. കഴിഞ്ഞാൽ അതിപ്പോൾ അതിൽ ഇപ്പോൾ ഏറ്റവും ഞാൻ എപ്പോഴും അങ്ങനെ വരുമ്പോൾ നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ ഒത്തിരി കേസുകളുണ്ട്. പ്രഗ്നൻ്റ് ആയിട്ട് വന്നിട്ട് അതായത് സെക്കൻഡ് വേവ് ടൈമിൽ നമ്മൾ ആ കാർഡിയക് സർജറിയുടെ ആ എൻറ്റയർ യൂണിറ്റ് അത് കംപ്ലീറ്റ് നമ്മൾ കോവിഡ് ICU ആയിട്ട് മാറ്റി. ബാക്കി ലാസ്റ്റ് നമ്മൾ ഹാർട്ട് സർജറി ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ ആ ഇയറിൽ 1300 ഹാർട്ട് സർജറി നമ്മൾ ചെയ്തിട്ടുണ്ട് കോവിഡിൻ്റെ ഇയറിൽ. എയിംസിൽ പോലും അന്ന് ചെയ്തിട്ടില്ല, വേറെ എങ്ങും ചെയ്തില്ല, നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷേ സെക്കൻഡ് വേവ് പീക്കിൽ നമുക്ക് കംപ്ലീറ്റ് നിർത്തേണ്ടി വന്നു. അപ്പം എന്നിട്ട് അവിടെ താഴത്തെ ഒരു തിയേറ്റർ മാത്രം എമർജൻസി ചെയ്തിട്ട് 4 തിയേറ്ററിൻ്റെ അകത്ത് തന്നെ 2 ICU ബെഡ് ഇട്ട് വരെ നമ്മൾ ആ ഒരു സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരേ സമയം 87 പേര് അല്ല ഏതാണ്ട് നല്ല അത്രയും പേഷ്യൻസിനെ വരെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രക്ഷപ്പെടാൻ സാധ്യത അല്ല യങ് പേഷ്യൻസിനെ മുഴുവൻ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പം ഡേ ആൻഡ് നൈറ്റ് ഞങ്ങൾ ഫുൾ ടീം ഡേ ആൻഡ് നൈറ്റ് നിൽക്കുക. എന്ന് വെച്ചാൽ വേറെ മാറ്റാനൊന്നും ആരില്ല, ഷിഫ്റ്റിനൊന്നും ആരെയും കിട്ടത്തില്ല. ഒരു ഷിഫ്റ്റ് കഴിഞ്ഞപ്പം ഫുഡെല്ലാം അവിടുത്തെ സെമിനാർ റൂമില്ലേ, അവിടെ ഞങ്ങളെല്ലാം ഇവിടെ ഇറങ്ങി. അപ്പം ഈ പ്രഗ്നൻറ്റ് കുട്ടികളൊക്കെ വരും, അവരൊക്കെ നമ്മൾ 1-2 പേര് ഷോട്ട് 1-2 പേര് ഡെത്തായി. അതൊക്കെ ഒത്തിരി ട്രോമ ഉണ്ടായി. അതിൽ ഏറ്റവും ഇതൊന്നും ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് ഭയങ്കര കെയറിങ്ങാണ്. ഈ അകത്തേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഇതല്ലേ ഇങ്ങനെ ഐ ലവ് യു, മൈ ഹാർട്ട് ഈസ് വിത്ത് യു, മൈ തോട്ട്സ് ആർ വിത്ത് യു എപ്പോഴും ഇങ്ങനെ എഴുതി വിടും. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ വെച്ചിട്ടാണ്. നമ്മളാണ് ഇവൾ പറയുന്നത് അങ്ങോട്ട് പറയും, അയാൾ പറയുന്നത് ഇങ്ങോട്ട് പറയും. അത് ഇമ്പ്രൂവ് ചെയ്തൊക്കെ വന്നായിരുന്നു, നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് വന്ന് നടത്തിയൊക്കെ. പിന്നെ ഒരു ദിവസം അത് സഡൻ ഡെത്ത് നിന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ബൈപ്പാസ് അല്ല, ജസ്റ്റ് കോവിഡ് പേഷ്യൻസ്. ആ കോവിഡിൻ്റെ പീക്ക് ടൈമിൽ കോവിഡ് പേഷ്യൻസ് മാത്രമേ ഉള്ളൂ. അന്നേരം നമ്മൾ മുകളിൽ താഴെത്തെ നിലയിൽ മാത്രമേ ഉള്ളൂ സർജറി പേഷ്യൻസ്. അപ്പോൾ അതൊരുമാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും നമുക്കറിയാം ഇത് ഭയങ്കര കോവിഡ് ഡെത്താൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. പക്ഷേ രക്ഷപ്പെട്ട് വന്ന് നടന്നും കഴിഞ്ഞ് എന്നിട്ട് ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ആ സെമിനാർ റൂമിൽ അവിടെയായിരുന്നു എല്ലാവരും കൂടി ഇരിക്കുന്നതും ഈ മറ്റേ ഇത് ഇടുന്നത് കോവിഡ് ഡോണിങ് ഒക്കെ ചെയ്യുന്നത്. ഞങ്ങളൊരു 10-12 പേര് ആ സമയത്ത് അവിടെ എല്ലാവരും കൂട്ടക്കരച്ചിലായിരുന്നു. ആ കൊച്ചിനോട് അത്രയും അങ്ങ് അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി എല്ലാവർക്കും. ഒന്നുമല്ല, അന്ന് കോവിഡ് സെക്കൻഡ് വേവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് മരിച്ചു പോയില്ലേ. ഇഷ്ടംപോലെ മരിച്ചിട്ടുണ്ട് ആ സമയത്ത്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങൾക്കായിരുന്നു ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എൻ്റെ സ്റ്റേറ്റിൽ. അന്ന് ഹെൽത്ത് സെക്രട്ടറി മൊത്തം അസസ് ചെയ്ത റിസൾട്ട് ഇട്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ തന്നെ മോർട്ടാലിറ്റി 30% മുകളിലായിരുന്നു സെക്കൻഡ് വേവിന് ഭയങ്കര മോർട്ടാലിറ്റി ആയിരുന്നു നമുക്ക് കേരളത്തിൽ. ന്യൂമോണിയ പ്രോഗ്രസ് അതിൻ്റെ ഒപ്പം ഹാർട്ട് പോകും, ഹാർട്ടിന് വരും, മയോകാർഡൈറ്റിസ് വരും, ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് വരും, ബ്രെയിൻ ത്രോംബോസിസ് വരും, കയ്യിലേക്കുള്ള രക്തോട്ടം പോയി കയ്യും ഗാംഗ്രീൻ ആകും, ഇൻഡസ്റ്റൈൻ പോകും. അതൊരു സെക്കൻഡ് യങ് പേഷ്യൻസ് ഒത്തിരി പോയിട്ടുണ്ട്. ഡോക്ടർ, നമ്മൾ ഈ കോവിഡ് ട്രീറ്റ് ചെയ്യാനും കണ്ടെയ്ൻ ചെയ്യാനും കേരളത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ് ആൻഡ് കമ്പയർഡ് ടു? വി ഹാവ് ഡൺ റിയലി വെൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വേവ് തന്നെ നമുക്ക് ഒത്തിരി, അതായത് അതിൻ്റെ ആ ഒരു പീക്കില്ലേ അത് നമ്മളിങ്ങനെ ഫ്ലാറ്റൻഡ് ഔട്ട് ആക്കി. ആദ്യത്തെ സ്പ്രെഡ് കുറച്ചു. അതെ, രണ്ടാമത്തെ സ്പ്രെഡ് നന്നായിട്ട് ഇത് വന്നു, പീക്ക് വന്നേ പോലും ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള കേരളത്തിലുള്ള. എന്ന് വെച്ചാൽ ബാക്കി സ്ഥലത്തൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, നമുക്കറിയാവുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, ചുമ്മാ കൊണ്ടൊരു ICUലേക്ക് ഇടും, അത് കൂടുതലൊന്നും നടന്നില്ല. പക്ഷേ ഇവിടെ ഫുഡ് കൊടുത്തു, അവരെ കെയർ ചെയ്തു, സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുത്തു, വെന്റിലേറ്റർ ആണെങ്കിലും പ്രോപ്പർ വെന്റിലേറ്റർ കെയർ കൊടുത്തു. മറ്റേ ഒരു വെന്റിലേറ്റർ കണക്ട് ചെയ്തിട്ട് ആരെങ്കിലും ഇല്ലെങ്കിലും പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ലായിരുന്നു. എന്ന് വെച്ചാൽ വി ഹാവ് ഗിവൺ എക്സലൻറ്റ് കെയർ.
അത് പേഷ്യൻറ്റിനെ സംബന്ധിച്ചുള്ളൂ നല്ല റിസൾട്ടാണ്. ഫസ്റ്റ് കേസിലൊക്കെ മറ്റേ പത്തനംതിട്ട എന്ന് പറഞ്ഞ ഏജ്ഡ് ആയിട്ടുള്ള അതെ, അല്ലേ, അവരൊക്കെ ശരിക്കും അതൊക്കെ ഒരു ഇനിഷ്യൽ ഫേസിലുള്ള ഇതാണ്. പക്ഷേ സെക്കൻഡ് വേവ് ആയിരുന്നു നമുക്ക്. സെക്കൻഡ് വേവിൽ നമ്മുടെ ഓൾമോസ്റ്റ് ഒരു പ്രഷർ പോയിന്റിൽ എത്തിയോ അല്ലേ, കണ്ടെയ്ൻ അല്ലേ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഹോസ്പിറ്റൽ ബെഡ് കൊടുക്കാൻ പറ്റാതിരിക്കുമോ എന്നുള്ള അവസ്ഥ വരും. അങ്ങനത്തെ പോലെ വന്നു. പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരേ ഓക്സിജൻ പോർട്ടിൽ നിന്ന് 2 പേർക്കൊക്കെ ഒരേ സമയം ഡിവൈഡർ വെച്ച് കൊടുത്തൊക്കെയാണ് നമ്മളൊന്ന് മാനേജ് ചെയ്തത്. പക്ഷെ നമ്മൾക്ക് ബാക്കി സ്റ്റേറ്റ് പോലെ ആരെയും പറഞ്ഞയക്കേണ്ടി വന്നില്ല അല്ലേ. അതില്ല, നമ്മളത് അപ്പോൾ ഇപ്പോൾ നമ്മളങ്ങ് ഫെസിലിറ്റീസ് കൂട്ടിക്കൊണ്ടിരുന്നു. അതിന് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒത്തിരി ഉണ്ടായി. സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും PGs ആണെങ്കിലും അവരൊക്കെ ഒത്തിരി ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ അത് സപ്പോർട്ട് ചെയ്ത് ഉണ്ട്. നമ്മുടെ റെക്കോർഡ്സ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സെക്കൻഡ് ലെവൽ എല്ലായിടത്തും ഓവറോൾ ഇന്ത്യ തന്നെ ഭയങ്കര ഇതല്ലായിരുന്നു, ഭയങ്കരമായിട്ടുണ്ട്. വിധിയില് വിശ്വാസമുണ്ട്. വിധിയില് വിശ്വാസമുണ്ട്. അല്ല, അങ്ങനെ 100% വിധി എന്ന് പറഞ്ഞാൽ കണ്ടത് കുറേ നമ്മൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ വിധി എന്ന് പറയുന്നത്. സോ നമ്മുടെ പാട്ട് നമ്മൾ ചെയ്യുക. ഡോക്ടർ സ്പിരിച്വൽ ആളാണ്, ബിലീവർ ആണ്, ശിവഭക്തനാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ. ഈ ഭക്തി എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, വിശ്വാസം എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അതിൽ നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ എടുത്തു കഴിഞ്ഞാൽ ഒരു മറ്റേ നമ്മളെപ്പോഴും കാണുന്ന ഒരു ഭക്തി, വിശ്വാസം അല്ലെങ്കിൽ യോഗ ഇതൊക്കെ വിചാരിക്കുന്ന നമ്മളുടനെ ഇതെല്ലാം വിട്ട് അങ്ങ് പോയി ഹിമാലയത്തിലേക്ക് പോകുന്ന ആ രീതിയിലാണല്ലോ, അല്ലെങ്കിൽ വേറെ രീതി. അപ്പോൾ നമ്മൾക്ക് ഹെൽത്തിന് നമ്മൾ ബോഡിക്ക് വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്ത പോലെ ഡയറ്റ്, എക്സസൈസ് ഇതെല്ലാം ചെയ്യുന്നു, ബോഡി ബിൽഡ് ചെയ്യുന്നു, ജിമ്മിൽ പോകുന്നു. പക്ഷേ നമ്മുടെ ഈ ബോഡിയേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നമ്മുടെ മനസ്സ്, അല്ലെങ്കിൽ ഈക്വലി ഇമ്പോർട്ടൻ്റ് അല്ലേ. ഒരു വീക്ക് ബോഡിയാണെങ്കിൽ ശരിയാണ്, മനസ്സും വീക്കാവും. പക്ഷേ ഒരു വീക്ക് മനസ്സാണെങ്കിൽ എത്ര ശക്തിയുള്ള ബോഡി ഉണ്ടെങ്കിലും ഒരു പ്രയോജനമുണ്ട് അല്ലേ. സോ കീപ്പിംഗ് യുവർ മൈൻഡ് ഹെൽത്തി ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അപ്പോൾ ആ കീപ്പിംഗ് യുവർ മൈൻഡ് ഹെൽത്തി എന്ന് പറയുന്നതിന് നമ്മളുടെ ട്രഡീഷണലായിട്ട് അത് എവിടെയാണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും എല്ലാത്തിലും ആ മൈൻഡ് ഹെൽത്തി ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ സ്പിരിച്വാലിറ്റി. അത് റിലീജിയൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായി പോയെന്നുള്ളൂ. അപ്പോൾ മൈൻഡ് ഹെൽത്തി ആയിട്ട് നിർത്താൻ ഈ സ്പിരിച്വാലിറ്റി ഡെഫിനറ്റ്ലി ഹെൽത്തി മൈൻഡ് വിൽ റിയാക്ട് ടു ദ സർക്കംസ്റ്റൻസസ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ വേ വിത്തൗട്ട് ഹർട്ടിങ് എനിബഡി. ഇപ്പോൾ അതായത് വേറെ ആരെയും ബുദ്ധിമുട്ടുണ്ടാകാതെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇൻറ്റേർണലി. അപ്പോൾ അതാണ് സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കും. ഈ സർജറി ചെയ്യുമ്പോഴും ഞാൻ പാതി ദൈവം പാതി ആ വിശ്വാസമാണോ ഡോക്ടർ? അതിനോട് കുട്ടിയുള്ള ഈ സർജറി ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടർ പ്രാർത്ഥിക്കാറുണ്ട്, ഓരോ കേസിലും പ്രാർത്ഥിക്കാറുണ്ട്, ശരിയാണ്? അത് പ്രാർത്ഥന ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്നുവെച്ചാൽ ഓൾവേസ് എനിക്ക് മനസ്സിലിത് ഇങ്ങനെ ഉള്ളൊരു ഓവർ ദി ഇയേഴ്സ് ഉള്ള പ്രാക്ടീസാണ്. അത് എന്ത് സംസാരിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും സംതിങ് ഈസ് ദെയർ ഇൻറ്റേർണലി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് ശ്ലോകമല്ല, അങ്ങനെ ഒത്തിരി ശ്ലോകമൊന്നും എനിക്കറിയത്തില്ല. കൂടുതലും ഓം നമഃ ശിവായ ബേസിക്കലി ഞാൻ കൊച്ചിലായിട്ട് പ്രാക്ടീസ് ചെയ്തതാണ്. അതിങ്ങനെ സംഭവം ഇറ്റ് ഗോസ് ഓൺ. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുക അല്ലെങ്കിൽ സ്ട്രെസ് വരുവാണെങ്കിലും മനസ്സിൽ അതങ്ങനെ വന്നോളും. അപ്പോൾ സോ ജസ്റ്റ് കീപ്സ് മീ കൂൾ ആൻഡ് കാം അത്രേ ഉള്ളൂ. ഡോക്ടർ, ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മൾ കേരളത്തിൽ ഈ മെൻ്റൽ ഹെൽത്തിന് ഇപ്പോഴും ഫോക്കസ് കൊടുക്കുന്നില്ല. അത് ഇപ്പോഴും ഒരു സ്റ്റിഗ്മയുണ്ട്. മെൻ്റൽ ഹെൽത്തിനുള്ള ഫണ്ടും അത് യൂണിവേഴ്സലൈസ് ചെയ്യാനൊക്കെ ഇപ്പോഴും ഒരു ഇതുണ്ട്. അത് കുറച്ചും കൂടി ഫോക്കസ് ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി മെൻ്റൽ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുന്നതിന് ഒന്നും നമ്മൾ കുറേ കാര്യം ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിലും മെൻ്റൽ ഹെൽത്ത് ബോർഡും അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ സ്റ്റിഗ്മ ഉണ്ടല്ലോ. അതായത് ഈവൻ നമുക്കൊരു സ്ട്രെസ് ഉണ്ടായ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടു അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മളെ ഒരു സ്റ്റിഗ്മ ഉണ്ട് ഇപ്പോഴും. നേരെ മറിച്ച് ഇപ്പോൾ സ്കൂൾ ഹെൽത്തിൽ തൊട്ടേ ഇത് ദാറ്റ് ഈസ് ബിക്കമിങ് എൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് അവർ ലൈഫ്. അതിൽ നമ്മൾ ഏത് പാത്ത് ചൂസ് ചെയ്യണമെന്നുള്ള ഒരു ഇൻഡിവിജ്വൽ പ്രിഫറൻസ് ആണ്. മേ ബി എനിക്കിപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനോട് സംസാരിക്കുന്നതിന് കൂടുതൽ കംഫർട്ടബിൾ അങ്ങനെ, ഓർ സ്പിരിച്വാലിറ്റി ആണ്, യു ആർ റെഡി ടു ഗോ ഇൻ ദാറ്റ് പത്ത് ഓക്കെ. അല്ലെങ്കിൽ മേ ബി സോഷ്യലൈസിങ് ആണ്, അതൊക്കെ ഇൻഡിവിജ്വൽ ഇതാണ്. പക്ഷേ അതിൽ ഒരു കറക്റ്റായിട്ടൊരു അവയർനെസ്സും കറക്റ്റായിട്ടുള്ളൊരു പാത്തിലും എത്തിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഹെൽത്ത് കെയർ സിസ്റ്റത്തിനുണ്ട്. അതിന് ബയാസ് ഇല്ലാതെ ഡെവലപ്പ് നമ്മുടെ കൾച്ചറൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ അതെങ്ങനെ ചെയ്തെടുക്കണമെന്ന് കുറച്ചുകൂടെ ബ്രെയിൻ സ്റ്റോമിങ് നല്ലതായിരിക്കും, ഇംപ്ലിമെൻറ്റേഷൻ നല്ലതായിരിക്കും. ഈ ഡോക്ടർ ഇത്രയും തിരക്കുള്ള ഇതിനിടയ്ക്കും ഡോക്ടർ കൃഷി കാര്യങ്ങൾ ഫാമൊക്കെ നടത്തുന്നത്, ഹൗ ഡു യു മാനേജ് ഈ രണ്ട് ഇതും കൂടെ?
അതിലൊരു എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക വർക്കായിട്ട് തോന്നാറില്ല ഇതൊന്നും. ജസ്റ്റ് എൻജോയിങ് ദാറ്റ്. അതിൽ എനിക്ക് തോന്നുന്നു നമ്മളിഷ്ടമുള്ള ഓരോ കാര്യം ചെയ്യുമ്പോഴേ അതിലെനിക്ക് എപ്പോഴും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഇത്, ഞാൻ അന്നേരത്തെ ദിവ്യ എസ് അയ്യർ മാഡം ഞാനും കൂടെ ഒരു സ്കൂളിൽ ഒന്നിച്ച് ഗസ്റ്റായിട്ട് പോയിരുന്നു. അപ്പം ഷീ വാസ് ഡൂയിങ് ഡാൻസ്, പാട്ട് എല്ലാം ഉണ്ടല്ലോ, മൾട്ടിപ്പിൾ കാര്യം. അപ്പോൾ കുട്ടികൾ ചോദിച്ചു ഹൗ യു ആർ എബിൾ ടു ഡു ഓൾ ദീസ് തിങ്സ്. അപ്പോൾ മാഡത്തിൻ്റെ ഒരു ആൻസർ ഉണ്ടായിരുന്നു, എവറിത്തിങ് ഐ ഡു ഈസ് ഗിവിങ് മീ എനർജി റദർ ദാൻ ടേക്കിംഗ് മൈ എനർജി അവേ. അപ്പോഴാണ് ഞാനും മേ ബി അതെനിക്കൊരു മനസ്സിലാക്കി തരില്ലായിരുന്നു ഇന്നവേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്നും ഒത്തിരി കാര്യങ്ങൾ വീട്ടിലാണെങ്കിലും എല്ലാ ജോലി കുക്കിംഗ് ഉൾപ്പെടെ ചെയ്യും. അതുപോലെ ഈ പറഞ്ഞാൽ ഫാമിങ് ചെയ്യും, പറമ്പിലിറങ്ങി പണിക്കാരോട് കളയും, അല്ലെങ്കിൽ നാട്ടിലെന്തെങ്കിലും പരിപാടി ഉണ്ട് അതിൻ്റെയൊക്കെ പറയുമ്പോൾ. അപ്പോൾ സോ എവറിത്തിങ് ആക്ടിവിറ്റി വി ആർ ഡൂയിങ് നമ്മളത് ഇൻവോൾവ് ചെയ്ത് എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ ദാറ്റ് ആക്ച്വലി ഗിവ്സ് അസ് ദറ്റ് എനർജി ബാക്ക്. അതുകൊണ്ടായിരിക്കും മേ ബി ദാറ്റ് ഹെൽപ്സ്. ഈ ഫാമിങ്ങിന് പോകുമ്പോൾ അതാണ് ഒരു ഫ്രഷ് എയറും കുറച്ച് പശുക്കളുടെ ഒക്കെ കൂടെ നടക്കുമ്പോൾ യു ഫീൽ ഓക്കെ കംഫർട്ടബിൾ. അൺവൈൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഫാമിംഗ് ആണോ വേറെ അൺവൈൻഡിങ് കൂടുതൽ എനിക്ക് മെഡിറ്റേഷനും പിന്നെ ഇതുമാണ്. കുറച്ച് മെഡിറ്റേഷൻ അങ്ങനെ ഡീപ് മെഡിറ്റേഷൻ ഒന്നും എനിക്കറിയില്ല, എന്നാലും സ്റ്റിൽ ഐ ജസ്റ്റ് റിലാക്സ് അങ്ങനെ കുറച്ച്.